മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ്. കൊച്ചി എളമക്കര വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. വിവരങ്ങളിലേക്ക് പോകാം. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഏറെ നാളായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കപ്പെട്ട, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ട ഒരു പേരായിരുന്നു അമ്മയുടെ പേര്, ശാന്തകുമാരി അമ്മ. വിട പറയുമ്പോൾ വിവരങ്ങൾ. പ്രതീക്ഷയെ ഉച്ചയോടുകൂടിയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മരണം സംഭവിച്ചത്. ഇപ്പോൾ എളമക്കരയിലെ ശ്രീ ഗണേഷ് എന്ന വീട്ടിൽ മോഹൻലാൽ അടക്കമുള്ളവരുണ്ട്. ഈ വാർത്തയറിഞ്ഞ് നിരവധി പേർ, സിനിമാ രംഗത്തെ അടക്കമുള്ളവർ ഈ എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ പ്രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ശാന്തകുമാരി ചികിത്സയിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10-12 വർഷത്തോളമായി ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പറഞ്ഞതുപോലെ വലിയ കരുത്തായിരുന്നു അമ്മ ശാന്തകുമാരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ ആ പുരസ്കാരം വിവരം പറയാൻ അദ്ദേഹം വരുന്നു. അതിനുശേഷം ആ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം കാണാൻ വരുന്നതും അമ്മയൊക്കെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും കരുത്തായ സ്ത്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സഹോദരന്റെ വേർപാട്, അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വേർപാട്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദന നൽകുന്ന ഒരു നിമിഷമാണിത്. അദ്ദേഹം ഈ എളമക്കരയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ മോഹൻലാലിന്റെ എളമക്കരയിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ബിനിൽ, എല്ലാ കാലവും പതിറ്റാണ്ടുകളോളം മോഹൻലാലിൻ്റെ ആ കരിയറിലെല്ലാ ഘട്ടങ്ങളിലും അമ്മയുമായി ബന്ധപ്പെട്ട അസുലഭ മുഹൂർത്തങ്ങൾ അത് പങ്കുവയ്ക്കപ്പെടുമായിരുന്നു. ആ പേരുച്ചരിക്കുമായിരുന്നു. ലാലു എന്ന പേരും ആ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ക്യാമറയുടെ മുന്നിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രത്തോളം ഇവർ തമ്മിലുള്ള ബന്ധം, ഹൃദയബന്ധം. അപ്പോൾ ഈ വിട പറയുമ്പോൾ എത്രത്തോളം മോഹൻലാലിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞുവല്ലോ, കുടുംബാംഗങ്ങൾ വേർപിരിയുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കിയ മനോവിഷമങ്ങൾ അത് എത്രയോ ഇരട്ടിയായിരിക്കണം അമ്മയുടെ ഈ വേർപാട്. പ്രതീക്ഷ തീർച്ചയായും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വലിയ വിഷമ ഘട്ടത്തിലൂടെ തന്നെയായിരിക്കും അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ അഭിമുഖങ്ങളിലും അമ്മയെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ കാര്യങ്ങൾ പറയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോഹൻലാലിനെ കുറിച്ച് അമ്മ പറയുന്നത്, ലാലു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയം തൊട്ടുള്ള ഓരോ സന്ദർഭങ്ങളും അവര് ഓർത്തെടുത്ത അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആദ്യം ഈ വില്ലനായൊക്കെ വരുമ്പോൾ മോഹൻലാലിന്റെ അമ്മ പറയുന്നത്, എനിക്ക് അവൻ വില്ലനായി പോയി തല്ലുകൊണ്ടുള്ളപ്പോൾ വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. അവൻ സിനിമ അഭിനയിച്ചു വരുമ്പോൾ ഞാൻ അവന്റെ ശരീരത്തിൽ പാടുകളുണ്ടോ എന്ന് നോക്കും. അത്തരത്തിൽ ഒരു മകനോട് അമ്മയ്ക്കുള്ള ഒരു വലിയ വാത്സല്യം, അതോടൊപ്പം തന്നെ മകൻ അമ്മയ്ക്ക് തിരിച്ചു നൽകിയ ആ വാത്സല്യം, അതെല്ലാം നമ്മൾ ഈ അനുഭവിച്ച മലയാളികൾ മറക്കാത്ത ഒരു ബന്ധമാണ് മോഹൻലാലും അമ്മയും തമ്മിലുള്ളത്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ പുരസ്കാര നിറവിലും, അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ എല്ലാ വലിയ നേട്ടങ്ങൾക്ക് മുന്നിലും അദ്ദേഹം അമ്മയെ ആണ് ആദ്യം വന്ന് കണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നത് ആ മകനും അമ്മയും തമ്മിലുള്ള വലിയ ബന്ധത്തിന്റെ കൂടി ഒരു ഇതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓരോ അഭിമുഖങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയ വിടവാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണം ഉച്ചയോടുകൂടിയാണ് സംഭവിച്ചത്. ഇപ്പോൾ മോഹൻലാലും അടുത്ത സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിനിൽ, എല്ലാ മലയാളികളുടെയും ഹൃദയങ്ങളിലേക്ക് ഈ അമ്മയുടെ പേരും ആ അമ്മയുടെ ചിത്രവും, കാരണം ആ സിന്ദൂരപ്പൊട്ടും, കാരണം കവിയൂർ പൊന്നമ്മയുമായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിനെ കാണുമ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ അമ്മയെ പോലെയാണ് ആ രണ്ടുപേരെയും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല വിട പറയുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മോഹൻലാലിനുണ്ടാകുന്ന ഒരു നഷ്ടം ഓരോ മലയാളികളെ സംബന്ധിച്ചും സ്വന്തം നഷ്ടം പോലെ ഫീൽ ചെയ്യുകയാണ്.
തീർച്ചയായും. അതായത് മോഹൻലാലിനെ എങ്ങനെയാണോ മലയാളികൾ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ മലയാളികൾക്ക് ഈ ശാന്തകുമാരി എന്ന മോഹൻലാലിന്റെ അമ്മയോടും ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. നമ്മൾ ഈ എളമക്കരയിലെ വീട്ടില് ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പരിസരത്ത് നിന്നൊക്കെയുള്ള ഒരുപാട് പേര് ആ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ്. കാരണം ഈ അമ്മ ദീർഘകാലമായി ഇവിടെ അസുഖബാധിതയായിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്ക് പലർക്കും വന്ന് കാണാൻ അങ്ങനെയൊന്നും കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ മരണ വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ പരിസരവാസികൾ, ഈ പ്രദേശത്ത് ഒരുപാട് പേർ, തീർത്തും സാധാരണക്കാരായ ആളുകളെല്ലാം ഈ വീട്ടിലേക്ക് വന്ന് അവസാനമായി മോഹൻലാലിന്റെ അമ്മയെ കാണാനായി ഇങ്ങോട്ട് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാവരും ഇപ്പോ ഈ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മോഹൻലാലിനൊപ്പം തന്നെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മുഖം തന്നെയാണ് മോഹൻലാലിന്റെ അമ്മയും. കാരണം മോഹൻലാലിന്റെ അമ്മ എന്നത് മലയാളികൾക്കും ഒരു വികാരമായി തന്നെ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയാണ് മോഹൻലാൽ അമ്മയെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പരസ്പരമുള്ള സ്നേഹങ്ങളും ഒക്കെ തന്നെ മലയാളികൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു.